ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി 10 മണിക്ക് തന്നെ അലാറം വെച്ചു. ആ അലാറം അടിച്ചപ്പോൾ തന്നെ എഴുന്നേൽക്കുകയും ചെയ്തു. പിന്നെ അടുത്ത പരിപാടി എന്താ? പോയി ഒന്ന് മുഖം കഴുകുക, പല്ല് തേക്കുക. അപ്പോൾ അതിലേക്ക് പോകാം. അങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേച്ച്. പണ്ട് ആരോ പറഞ്ഞിട്ടില്ലേ, രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് മാത്രം കുറച്ച് കുടിച്ചതാണേ. ഇനി നമ്മുടെ സ്പെഷ്യലിലേക്ക് കിടക്കാം. ഇത് ചക്ക വേവിച്ചാണ് കേട്ടോ ഇന്ന്. ചക്ക വേവിച്ചതും ചിക്കൻ കറിയും അടിപൊളി കോമ്പിനേഷൻ അല്ലേ? നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാം. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ എല്ലാം അരിഞ്ഞ് നമ്മുടെ ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ തൂത്ത് മാറ്റി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ദേ കുക്കറിനകത്തോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക കേട്ടോ. നിങ്ങളിൽ എത്ര പേര് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട്? എനിക്ക് കുക്ക് ചെയ്യാനൊന്നും വലുതായിട്ട് അറിയില്ല കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. 3 പിസിലടിച്ച് കുക്കർ ഞാൻ ഓഫാക്കി. വേവാൻ വേണ്ടിയിട്ട് അത് മതിയല്ലോ. പിന്നെ ഇത് ചിക്കൻ കറിക്ക് വേണ്ടി സവോള അരിയുന്നതാണ് കേട്ടോ. എനിക്ക് ആഗ്രഹമുണ്ട് കുഞ്ഞാന്ന് പറഞ്ഞ് അരിയണമെന്ന്. ഒരു സവോള അരിയുമ്പോൾ 2 കുടം കണ്ണുനീരായിരിക്കും കണ്ണീന്ന് പോകുന്നത്. എന്തിനാണ് വെറുതെ മെനക്കിടുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഈ ചോപ്പറിനെയാണ് കേട്ടോ കൂടുതലും ആശ്രയിക്കുന്നത്. ഇതാകുമ്പോൾ 2-3 തട്ട് തട്ടിക്കഴിഞ്ഞതേ പൊടിയായിട്ട് വന്നോളൂ. വലിയ കഷ്ടപ്പാടില്ല, ഒരു എക്സസൈസും കൂടെ ആണല്ലോ. അതങ്ങോട്ട് മാറ്റി വെച്ച് ഇത് നമ്മുടെ ചക്ക വേവിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടമാണ് കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് അതങ്ങോട്ട് ചെറുതായിട്ടൊന്ന് നമ്മുടെ മിക്സിക്കകത്തിട്ടൊന്ന് ഗൃ വെച്ചിരുന്നു. അതൊന്ന് അടുപ്പിലോട്ടൊന്ന് വാട്ടിയെടുക്കും. ഈ മിക്സ് ഇനി നമ്മൾ ചക്ക വേവിച്ചതിനകത്തോട്ട് എടുത്തിടാം. ഇനി കുറച്ച് കുക്കിംഗ് എക്സ്പ്രഷൻസ് ആണ് കേട്ടോ. എക്സ്പ്രഷൻ വിയർക്കുന്നൊക്കെ ഉണ്ട് നല്ല രീതിയിൽ. ടേസ്റ്റ് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയതാ. ഓക്കെ, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ. അല്ലല്ലേ. ഈ മിക്സ് അതിനകത്തോട്ട് ഇട്ടിളക്കി കൂട്ടി കുഴച്ചങ്ങോട്ട് ഇളക്കണം. എൻ്റെ മോനെ, അപ്പോൾ ഒരു സ്മെല്ല് ഇങ്ങോട്ട് വരും. അങ്ങോട്ടൊന്ന് നോക്കിയേന്, എന്താ കളറ്! വാ, അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കണം. ആ സ്മെല്ല് പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി ചിക്കൻ കറിയുടെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം വിശപ്പ് വല്ലാതെ എന്നെ മാടി വിളിച്ചിരുന്നു. അങ്ങോട്ട് നോക്ക്, എൻ്റെ ചക്ക വേവിച്ചതും ചിക്കൻ കറിയും. കുളിര് കോരുന്ന്. പിന്നെ അങ്ങോട്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമായിരുന്നു കേട്ടോ. പിന്നെ ഒരുങ്ങി ഡ്യൂട്ടിക്ക് പോയി. ഇനി കുറച്ച് ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ പ്രഹസനമാകാം. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. അത് സീരിയസ് ആയിട്ട് കേൾക്കണം. ദുബായിലാണെങ്കിൽ ചുട്ടു പൊള്ളുന്ന ചൂടാ, നാട്ടിൽ നല്ല മഴയും. അല്ല, എനിക്കൊരു സംശയം, നാട്ടിൽ നിൽക്കുന്നവർ ഈ മഴയും കാര്യങ്ങളൊക്കെ കാണുന്നതല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഈ വെള്ളപ്പൊക്കവും മഴയും മഴ പെയ്യുന്നതും ഒക്കെ സ്റ്റാറ്റസ് ഇടുന്നതോ സ്റ്റോറി ഇടുന്നതോ? അല്ല, അതിൻ്റെ ആവശ്യം എന്താ? ചുമ്മാ ഇവിടെ കിടക്കുന്നവരെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സമാധാനമായി. ഇനി അങ്ങോട്ട് നടക്കാം. വെച്ച കാലം മുന്നോട്ട് തന്നെ. നടന്നോ ഇപ്പം എത്തും. അതിൻ്റെ ഇടയ്ക്ക് 2 കുനാഫ ചോക്ലേറ്റ് കിട്ടിയിരുന്നത്. അത് മിനി ചോക്ലേറ്റ് ആണ്, വലിയ ചോക്ലേറ്റ് അല്ല, ചെറുത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതും കഴിച്ച് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വീഡിയോസ് ഒന്നും അലൗഡല്ല. അപ്പോൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ എടുക്കുന്നില്ല. തിരിച്ച് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നു. ഇനി അടുത്ത് ഉറങ്ങാൻ പോവാണ്. ബൈ.